അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ സഭയിൽ അന്നുണ്ടായി. റൂമാലിട്ട് സൗഖ്യം പ്രാപിച്ച അനുഭവങ്ങൾ നിങ്ങൾക്ക് പലർക്കും പരിചിതമാണ്. വെട്ടുമല മത്തായി അപ്പച്ചന്റെ സഹധർമ്മിണിക്ക് കോളറ രോഗം ബാധിച്ച് മരണത്തോട് മല്ലടിക്കുന്ന സമയം പാസ്റ്റർ കെ എബ്രഹാമിനെ അവർ വിളിച്ചു വരുത്തി. പക്ഷെ രോഗി കിടന്ന മുറിയിൽ അവിടെ ജനനിബിഡമാണ്, ഒരുപാട് സ്ത്രീകളുണ്ട്, അകത്തോട്ട് കയറാൻ കഴിയുന്നില്ല. കെ എബ്രഹാം അപ്പച്ചൻ പോക്കറ്റിൽ നിന്നും ഒരു തുവാല എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആ സഹോദരിയുടെ ശരീരത്തിൽ കൊണ്ടിടാൻ പറഞ്ഞു. വലിയ തിരക്കാണ്. ആ തുവാല പാസ് ചെയ്ത് ആ മാതാവിന്റെ ശരീരത്തിലിടുകയും മാതാവ് ചാടി എഴുന്നേറ്റു. അത്ഭുത സൗഖ്യം. നിരവധി അത്ഭുത സൗഖ്യത്തിന് ഈ സഭ സാക്ഷ്യമായിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ സഞ്ചരിച്ച വഴി ഇതാണ്. വിശ്വാസത്തിന്റെ അനുഭവമാണിത്. പാസ്റ്റർ കാരമ്പലിൽ മത്തായിച്ചനെ മറക്കാൻ പറ്റുമോ? ഒരിക്കൽ അദ്ദേഹം ഈ സഭയിൽ അംഗമാണ്. കീഴ്ക്കുടിലൊരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അന്ന് ശക്തമായ മഴ പെയ്തു. ആ മഴയിൽ പാലം ഒലിച്ചുപോയി. അമ്മച്ചി ഭവനത്തിൽ കഴിയുന്നു, രോഗിയായി കഴിയുന്നു. വീട്ടിലെത്തിയ മതിയാകൂ. അക്കരെ കിടക്കാൻ ഒരു മാർഗവുമില്ല. തടിപ്പാലമാണ്, ഒലിച്ചുപോയി. ഇക്കരെ നിന്ന് ആ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് വീട്ടിലെത്തിയ മതിയാകൂ. ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിച്ചു. കണ്ണ് തുറന്നപ്പോൾ അക്കരെ എത്തി. ഇത് മാജിക്കല്ല. പുതുതലമുറയോട് എന്റെ സഹോദരനോട് പറയാ, മുതുകാടിന്റെ മാജിക്കല്ല ഞാൻ ഈ വിളിച്ചു പറയുന്നത്. ഈ സഭയിൽ നടന്ന കാര്യമാണ്. ഫിലിപ്പോസിനെ ഗസയുടെ നിർജ്ജന പ്രദേശത്തിൽ നിന്നും ഒരു ടെലിപ്പോർട്ടിംഗ് സംവിധാനവുമില്ലാതെ അസ്തോദിലെത്തിച്ചെങ്കിൽ പാസ്റ്റർ കാരമ്പലിൽ മത്തായിച്ചനെ പാലത്തിന്റെ ഇക്കരയിൽ നിന്നും ഒരു ടെലിപ്പോർട്ടിംഗ് സംവിധാനമില്ലാതെ അക്കരെ എത്തിച്ചു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഉഗാണ്ടയിൽ നടന്ന സംഭവമല്ല ഞാൻ പറയുന്നത്, നെല്ലിക്കൽ നടന്ന സംഭവമാണ് നമ്മുടെ സഭാംഗം.